യൂട്യൂബിൽ ഇപ്പോഴത്തെ വീഡിയോ ക്ലിക്ക് ആവും. അതെ, ഒരാള് ഇതെങ്ങനെ വിടാം, നിങ്ങളിങ്ങനെ പിടിച്ചാൽ മതി. ഞാൻ ഇത് വിടാം, നിങ്ങൾ പിടിച്ചാൽ മതി. ഒരാൾ എല്ലാം മനസ്സിലാവും. ഞാൻ വിടുക, താഴത്ത് പോകാതെ പിടിച്ചാൽ മതി. ഇല്ല, എല്ലാവരും ഇല്ല, നിങ്ങൾ ഒരാളെ പിടിച്ചോ. പിടിക്കാൻ പറ്റില്ല എന്നുള്ള വിഷയമല്ല. നിങ്ങൾ ഒരു സ്ഥലത്ത് കയ്യാങ്ങനെ വെച്ചോ, ഇത് ഇവിടെ അങ്ങനെ വെച്ചോ. ഞാൻ ഇത് വിടാം, നിങ്ങൾ പിടിക്കണേ. വേറെ ആളാക്കി ഇപ്പൊ ഈ മൊബൈൽ പിടിക്കാൻ പറ്റിയില്ല. പിന്നെ അസലം ഇത് ഇവിടെ ഈ ലാസ്റ്റ് ഘട്ടത്തിൽ പിടിച്ചു. ഈ നിങ്ങൾ ഒന്നുകൂടി ട്രൈ ചെയ്യട്ടോ. ഞാൻ 1 2 3 പറയുമ്പോൾ വിടാം. എപ്പോൾ പിടിക്കട്ടോ? 1 2 3 പിടിച്ചു. ഇപ്പോൾ 1 2 3 പറയുമ്പോൾ മണികണ്ഠനെ പിടിക്കാൻ പറ്റി. എന്തുകൊണ്ടാണ് മണികണ്ഠന് ഇത് ആദ്യം പിടിക്കാൻ പറ്റാതിരിക്കാൻ കാണുന്നത്? അതായത് മണികണ്ഠന് ശ്രദ്ധ ശരിയാണോ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷെ മണികണ്ഠൻ ഞാനിത് നിങ്ങളോട് പറഞ്ഞു ഇത് ഇങ്ങനെ വിട്ടുടനെ പിടിക്കണം, ഇത് പിടിക്കണം പറഞ്ഞു. മണികണ്ഠൻ അത് പിടിക്കാൻ ശ്രമിക്കുകയാണ്. അത് മണികണ്ഠൻ ആദ്യം കാണുന്നത് കണ്ണുകൊണ്ട് കാണുന്നത് ഞാനിത് വിട്ടെന്ന് അല്ല, ഞാനിത് വിട്ടെന്ന് മണികണ്ഠൻ കണ്ണുകൊണ്ട് കണ്ടിട്ട് തലച്ചോറിൽ പോയി തലച്ചോറ് മനസ്സിലാക്കി നോട്ട് പോയി ഞാനിത് പിടിക്കണം. ഒരു കമാൻഡ് വന്നു ഈ കൈൻ്റെ മേലേക്ക് പിടിക്കണം എന്ന് കൈൻ്റെ മേലെ കമാൻഡ് വന്ന് നിങ്ങൾ പിടിച്ചു. ഇത്രയും സംഭവിക്കുന്നതിൻ്റെ ഇടയിൽ, അതായത് കണ്ണുകൊണ്ട് കണ്ട് തലച്ചോറിൽ മനസ്സിലാക്കി കയ്യിലേക്ക് കമാൻഡ് വന്ന് നമ്മൾ പിടിക്കുന്നതിൻ്റെ ഇടയിൽ നോട്ട് പോയി ഇല്ലേ? അപ്പോൾ അതിനൊരു സമയം വേണം. നമ്മളിത് മനസ്സിലാക്കി ചെയ്യാനൊരു സമയം വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഈ നോട്ട് ഒരു ബസ്സാണെന്ന് വെച്ചോ. നോട്ട് റോഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ് ഇങ്ങനെ റോഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരാൾ ഫ്രണ്ടിൽ ചാടി, നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാണണം? നിങ്ങളൊരാൾ വണ്ടിയിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ചാടിയത് കാണണം. അയാൾ നമ്മൾ ഇടിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ തലച്ചോറ് മനസ്സിലാക്കി നമ്മൾ കാലെടുത്ത് ബ്രേക്ക് ചവിട്ടി വണ്ടി നിർത്തണം. നമ്മൾ ഈ പുറത്തൊക്കെ ആൾക്കാർ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പറയണേക്കാ നിന്റെ കാല് ബ്രേക്കുമില്ലേ, അവൻ്റെ ബ്രേക്കുമ്പോൾ കാലില്ലേ ചോദിക്കും. പക്ഷെ സത്യത്തിൽ നമ്മുടെ കാലുമ്പോൾ ബ്രേക്കല്ല, നമ്മുടെ കാല് ആക്സിലേറ്ററിൻ്റെ മേലെ ഇരിക്കണേ. വണ്ടി ഓടിക്കുമ്പോൾ നമ്മളതൊന്ന് കാലെടുത്ത് ബ്രേക്കുമ്പോൾ വെക്കണം, എന്നിട്ടേ നമുക്ക് പറ്റുള്ളൂ. അപ്പം ഇതിന് നമ്മൾ ഈ നേരത്തെ കണ്ട മാതിരി ഒരു സമയം വേണം. അതിന് വേണ്ടേ? നമ്മളിത് കണ്ട് മനസ്സിലാക്കി ആക്സിലേറ്ററിന് കാലെടുത്ത് ബ്രേക്കുമ്പോൾ വെക്കാൻ ഒരു സമയം വേണം. ആ കാലെടുത്ത് ബ്രേക്കുമ്പോൾ വെക്കുമ്പോഴേക്ക് ബസ് പോയി എവിടെ, നമുക്ക് നിർത്താൻ പറ്റിയില്ല. ആളുടെ തലയിൽ കൂടെ കയറി പോയി ഇല്ലേ ആ ഒരു സമയം. നമ്മളൊരു ബസ് നമ്മളൊരു എത്ര കിലോമീറ്റർ, ഒരു 40 കിലോമീറ്റർ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര സ്പീഡൊന്നുമല്ല, 40 കിലോമീറ്റർ സ്പീഡ് പറഞ്ഞാൽ ഭയങ്കര സ്പീഡൊന്നുമല്ല. ആ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഏകദേശം ഒരു സെക്കൻഡ് കൊണ്ട് എത്ര മീറ്റർ പോകും? ഏകദേശം ഒരു സെക്കൻഡ് കൊണ്ട് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലേ. 40 കിലോമീറ്റർ സ്പീഡിൽ പോണ വണ്ടി 1 മണിക്കൂർ കൊണ്ട് 40 കിലോമീറ്റർ പോകും. അതായത് 40,000 മീറ്റർ പോകും. അപ്പോൾ 60 സെക്കൻഡാണ് ഒരു മിനിറ്റ്, 60 മിനിറ്റാണ് ഒരു മണിക്കൂർ. അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 20-25 മീറ്റർ ഒരു അടുത്ത് ഒരൊറ്റ സെക്കൻഡിൽ വണ്ടി പോയിട്ടുണ്ടാവും ഇല്ലേ? ഒരു വണ്ടി സെക്കൻഡ് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ബ്രേക്ക് ചവിട്ടുണ്ടോ എന്നുള്ളതല്ല, വണ്ടി പോയിക്കൊണ്ടിരിക്കുക. അതിൽ ചാടി എന്താ പറയുക, ഒരാൾ ഈ ഒരു ഡിസ്റ്റൻസിൽ ചാടിക്കഴിഞ്ഞാൽ എന്തായാലും അപകടം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നല്ല, അപകടമാണ്. നമ്മളെന്തായാലും ഒരു സെക്കൻഡിൽ പോയി. നമ്മൾ ഈ സമയം കൊണ്ട് നമുക്കൊരു റിയാക്ഷൻ ടൈം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് മദ്യം കഴിക്കാത്ത അല്ലെങ്കിൽ അസുഖങ്ങളില്ലാത്ത പ്രായം കൊണ്ട് ഒരു 20-25 വയസ്സ് ആരോഗ്യമുള്ള ഒരാൾക്ക് റിയാക്ഷൻ ടൈം ഏകദേശം 3/4 മിനിറ്റിന് അടുത്ത് വരും. അര സെക്കൻഡ് മുതൽ 3/4 സെക്കൻഡോളം വരും. അപ്പോൾ ഈ 3/4 സെക്കൻഡ് കൊണ്ടും വണ്ടി ഒരു 16 മീറ്ററൊക്കെ പോകും ഫ്രണ്ടിക്ക്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ വണ്ടി ഇടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ച്, ഇത് ഒരു അപകടം ഉണ്ടാവാൻ എന്തായാലും സാധ്യതയുണ്ട്. നിങ്ങൾ ബസ് ഓടിക്കുമ്പോൾ മാത്രമല്ല, കാർ ഓടിക്കുമ്പോഴായാലും ബൈക്ക് ഓടിക്കുമ്പോഴായാലും അപകടം ഉണ്ടാവാൻ എന്തായാലും സാധ്യതയുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ പലർക്കും തോന്നും നമ്മൾ ഈ അപകടം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ഓടിക്കുന്ന ഒരു നെഗറ്റീവ് ചിന്താഗതിയല്ലേന്ന്. സംഭവം നെഗറ്റീവ് ചിന്താഗതിയാണെന്ന് നമുക്ക് പറയാം. പക്ഷെ അതാണ് ഇതിൻ്റെ ഒരു സേഫ്, അതാണ് ഇതിൻ്റെ പോസിറ്റിവിറ്റി. അല്ല നമ്മൾ ഒരു ബോധമില്ലാതെ എപ്പോഴും എന്താ പറയുക, പോട്ടെ നമുക്ക് വരുമ്പോൾ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ഓടിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണെന്നല്ല, അപകടം ഉണ്ടാവും. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മണികണ്ഠൻ ആദ്യം പിടിക്കാൻ പറ്റിയില്ല നോട്ട്, രണ്ടാമത് ഞാൻ 1 2 3 പറഞ്ഞപ്പോൾ മണികണ്ഠനെ പിടിക്കാൻ പറ്റി. അതിന്റെ കാരണം എന്താ? ശ്രദ്ധിച്ചു. അതായത് ശ്രദ്ധിച്ചു, ശരിയാണ്.
അത് നിങ്ങൾ രണ്ട് കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കി. അതായത് ഒന്ന് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു ഇത് പോണത്, രണ്ട് നിങ്ങൾ ചെവി കൊണ്ട് കേട്ടു പോകാനുള്ള സമയം. ഞാൻ 1 2 3 പറയുമ്പോൾ 3 പറയുമ്പോഴേക്കും മണികണ്ഠൻ ഉറപ്പാക്കി പോവാണ് ഇപ്പൊ പിടിക്കണമെന്ന്. അപ്പൊ ചെവി കൊണ്ട് കേൾക്കുകയും ചെയ്തു, കണ്ണുകൊണ്ട് കാണുകയും ചെയ്തു. മാത്രമല്ല നിങ്ങളത് അലർട്ടായിട്ടിരുന്നു, ഇതിപ്പോ പോവും, എനിക്കിതിപ്പോ പിടിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ അലർട്ടായിട്ടിരുന്നു. ഇതേപോലെ നിങ്ങൾ ഏത് സ്ഥലം കണ്ടു കഴിഞ്ഞാലും ഒരു സൈഡിൽ ഒരു റോഡ്, ഒരു ബൈക്കുകാരൻ, അതല്ലെങ്കിൽ ഒരു മദ്യപിച്ചിട്ടുള്ള ഒരാൾ റോഡ് കൂടെ നടന്നു പോവുക, ഇതൊക്കെ കണ്ടാലും നിങ്ങൾ മനസ്സിലാക്കണം ഇതേപോലെ അത് ഒരു പക്ഷേ നമ്മൾ ഇടിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് നമ്മുടെ ഫ്രണ്ടിലൊന്ന് വീഴാൻ സാധ്യതയുണ്ട്, നമ്മൾ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഓർമ്മിച്ച് സ്പോട്ടിൽ നിങ്ങൾ ആക്സിലേറ്റർ ഒന്ന് കാലെടുത്താൽ പിന്നെ നിങ്ങൾക്ക് ബ്രേക്ക് കാല് വെച്ചാൽ മതി ആവശ്യമുണ്ടെങ്കിൽ. നേരത്തെ നമ്മുടെ ആക്സിലേറ്ററിന് മേലെ കാല് നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്ന് കാണുമ്പോഴേക്കും നിങ്ങൾ ആക്സിലേറ്ററിന് കാലം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ബ്രേക്ക് കാല് വെച്ചാൽ മതി. ആക്സിലേറ്ററിന് കാലം എടുത്ത് ബ്രേക്ക് കാല് വെക്കേണ്ട ഒരു സമയം വേണ്ട. അപ്പൊ ആ ഒരു സമയം കുറഞ്ഞു കിട്ടും. നിങ്ങളിത് അപകടം ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ളതിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരാളെ കണ്ടു അവൻ നമ്മുടെ ഇതിലേക്ക് വരാൻ സാധ്യത, നിങ്ങൾക്ക് പെട്ടെന്ന് ഇതേമാതിരി അലർട്ടായിട്ട് പെട്ടെന്ന് ചവിട്ടാനും പറ്റും. അത് നമുക്ക് പെട്ടെന്ന് നിർത്താം. അതുപോലെ തന്നെ സഡൻ ബ്രേക്കിംഗ് ആ സമയത്ത് പലപ്പോഴും ഒഴിവാക്കാം. യാത്രക്കാർക്ക് ഉള്ളിലിരിക്കുന്നവർക്ക് ഒരു സമാധാനം ഉണ്ടാവും. അപ്പം എപ്പോഴും ഞാൻ വിട്ട ആ നോട്ട് നമ്മുടെ വണ്ടിയാണെന്നുള്ള രീതിയിൽ നിങ്ങളുടെ എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ അവസ്ഥകൾ ഇങ്ങനെ മാറി മാറി പോവുകയാണെന്നുള്ളൊരു ഇത് നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ ഒരു ഓഫീസിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ, മേശപ്പുറത്തിരുന്ന് ജോലി ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറുണ്ട്, ഫാനുണ്ട്, ഈ സാധനങ്ങളെല്ലാം നമ്മുടെ കാഴ്ച എല്ലാം സെയിമാണ്. 8 മണിക്കൂർ ഇരുന്നിട്ട് നമ്മൾ ആ മേശപ്പുറത്തിരുന്ന് ജോലി ചെയ്താലും സെയിമാണ് അല്ലേ? അതേസമയം വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ ഈ കാണുന്നത് മാത്രം മാറാത്തുള്ളൂ, അതിനപ്പുറത്തുള്ള സാഹചര്യങ്ങൾ മൊത്തം മാറിക്കൊണ്ടിരിക്കുക. വേറെ ബസ് ഓപ്പോസിറ്റ് വരും, ബൈക്കാരൻ വരും, പല സ്വഭാവമുള്ളവർ വരും, റോഡ് ഇടുന്നു, അതേമാതിരി ചിലപ്പോൾ വീതി കൂടിയതാവും, അവിടെ മറ്റുള്ള വണ്ടികൾക്ക് സ്പീഡ് ഉണ്ടാവും, എല്ലാ സാഹചര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ മാറ്റം എപ്പോഴും നമ്മുടെ മുന്നിലുണ്ടെന്ന് കണ്ടിട്ട് ആ രീതിയിൽ തന്നെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് പരമാവധി അപകടം കുറയ്ക്കാൻ പറ്റുള്ളൂ. ഒരാൾ നമ്മുടെ മേലേക്ക് വരികയാണെങ്കിൽ പോലും ഇതൊക്കെ നമ്മൾ ചിന്തിച്ചു ചെയ്തു പോവുകയാണ്. പക്ഷെ വേറെ ഒരുത്തർ നമ്മുടെ മേലേക്ക് വരിക, അതുപോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അപകടം. നമ്മൾ ആ അപകടത്തിൽ ചെന്ന് പെട്ടാൽ അതിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ കുറച്ച് പണിയില്ലേ. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തലകുറിഞ്ഞ് നിൽക്കണം. പിന്നെ അത് മരണപ്പെടുകയാണ് അയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 6 വർഷം അല്ലെങ്കിൽ 10 വർഷം നമ്മൾ ആ കേസുമായിട്ട് മുന്നോട്ട് പോകണം. സാമ്പത്തികമായിട്ട് നഷ്ടം, നമ്മുടെ സമയത്തിൻ്റെ വേസ്റ്റ്, അതേ അന്നുണ്ടാവുന്ന നമ്മുടെ പിരിമുറുക്കം. നമ്മൾ കോഴിക്കോട് പോകണമെന്ന് വെച്ചോ, ഇവിടുന്ന് വണ്ടി പുറപ്പെട്ടു, കുറ്റിപ്പുറം എത്തുമ്പോൾ ആക്സിഡന്റ് ഉണ്ടായി, ആള് മരിക്കുകയും ചെയ്തില്ല, ചെറിയ ആക്സിഡന്റ് ഉണ്ടായി. പക്ഷെ ആ സാധനം വെച്ച് വേണം നമ്മൾ കോഴിക്കോട് വരെ വണ്ടി ഓടിക്കുക. ബസ് എന്നല്ല, ഏത് വണ്ടിയായാലും അത് നമ്മളതിനെ അത്രയും സമയത്ത് ഡ്രൈവിങ്ങിനെ ബാധിക്കും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഓരോ കാര്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഗിയർ മാറ്റാൻ ശരിക്കും പറ്റുന്നില്ല. ആ ഇത് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ പോലും അതിനെ ബാധിക്കും, നമ്മുടെ ഡ്രൈവിങ്ങിനെ ബാധിക്കും. അപ്പം ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വണ്ടി ഓടിക്കുക. ഓക്കെ.